إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങളും കൽപ്പനകളും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ എല്ലാവരോടുമായി ഉണർത്തുന്നു, അഥവാ വസിയത്ത് നൽകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരും ഭാര്യമാരും മുസ്ലിം ലോകം ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന, പ്രാമുഖ്യം കൽപ്പിക്കുന്ന രണ്ടുപേർ. ഒന്ന് ഖദീജ റളിയല്ലാഹു അൻഹയാണ്, രണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. പ്രവാചകന്റെ ഭാര്യമാരിലെ ഏക കന്യക, മറ്റു ഭാര്യമാരെക്കാളൊക്കെ പ്രായം കൊണ്ട് തന്നെ ചെറുപ്പം. ഒരുപക്ഷേ ഇസ്ലാമിക ലോകം ഏറ്റവും കൂടുതൽ ഉച്ചരിച്ച നാമം ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരും ഇസ്ലാമിക ലോകത്തെ ചിന്തകന്മാരും ഏറ്റവും അധികം ചർച്ച ചെയ്തതും ഉച്ചരിച്ചതുമായ നാമം ആയിഷ റളിയല്ലാഹു അൻഹയുടേതാണ്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ വിജ്ഞാനമുള്ള, അറിവുള്ള, പാണ്ഡിത്യമുള്ളൊരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീക്ഷണങ്ങളെയും സംസാരങ്ങളെയും ഹദീസുകളെയും കുറിച്ചാണ്. അത് മറ്റു ഭാര്യമാരുടെ വിഷയത്തിൽ അങ്ങനെയൊന്നും കാണാൻ സാധ്യമല്ല. അതിനൊക്കെ പുറമെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു പ്രത്യേകത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ എന്നൊരു പ്രാധാന്യവും ഇസ്ലാമിക ലോകം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കൽപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, കൃത്യമായി അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ്, അള്ളാഹുവിന്റെ ഇച്ഛ അനുസരിച്ചാണ് അങ്ങനത്തെ ഒരു വിവാഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹം നടന്നു. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉരീതുകി ഫിൽ മനാമി സലാസ ലയാലി, ആയിഷ 3 രാത്രി ഞാൻ നിന്നെ കണ്ടു ഉറക്കിൽ. ജാനിബികിൽ മലക്കു ഫീ സറഖതി മിൻ ഹരീർ, പട്ടുവസ്ത്രത്തിൽ മൂടിയ നിലയിൽ നീയുമായി കൊണ്ട് ഒരു മലക്ക് എൻ്റെ അരികത്തേക്ക് വരികയും
ഫയഖൂൽ, എന്നിട്ട് ആ മലക്ക് എന്നോട് പറയുകയും ചെയ്തു, ഹാദിഹി ഇംറഅതുകി, ഇത് താങ്കളുടെ ഭാര്യയാണ് പ്രവാചകരെ എന്ന് പറയുകയും ചെയ്തു. ഫഅക്ഷിഫു അൻ വജ്ഹിക്, അങ്ങനെ ആ മലക്ക് പറഞ്ഞപ്പോൾ ഞാൻ നിന്റെ മുഖത്തെ ആ മുഖം മറച്ചിരുന്ന തുണി നീക്കി. ഫഇദാ അൻതി ഹിയ, അപ്പോൾ ആയിഷ, നിന്നെ ഞാൻ ദർശിക്കുകയുണ്ടായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നുകൊണ്ട് പറയുന്നു, ഫഅഖൂൽ ഇൻ യകു ഹാദാ മിൻ ഇൻദില്ലാഹി യുംദിഹി, ഇൻ യകു ഹാദാ മിൻ ഇൻദില്ലാഹി യുംദിഹി, ഇത് അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചുള്ള സ്വപ്നമാണെങ്കിൽ, ഇത് അല്ലാഹുവിങ്കിൽ നിന്നുള്ള സ്വപ്നമാണെങ്കിൽ അള്ളാഹു ആ സ്വപ്നത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്ന് ആ സന്ദർഭത്തിൽ ഞാൻ ആ മലക്കുവിനോട് പ്രതിവചിക്കുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത് ആയിഷയുടെ 6ാമത്തെ വയസ്സിലാണ്. തന്നെ ചെറുപ്പമാണ്. പിന്നീട് 3 വർഷം കഴിഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രിയപ്പെട്ട ഏക കന്യകയായ ഭാര്യയുമായി കൊണ്ട് വീട്ടിലേക്ക് വരുന്നത്. ആ വീട്ടിലേക്ക് വരുന്നതിനെ കുറിച്ച് തന്നെ ചരിത്രത്തിൽ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ കളിപ്പാട്ടങ്ങളുമായി കൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് കയറി വന്നത് തൻ്റെ 9ാമത്തെ വയസ്സിൽ. അതുമാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായം കൊണ്ട് ചെറുപ്പമാണ് എന്ന പരിഗണന എല്ലാ തരത്തിലും പ്രായം കൊണ്ട് ചെറുപ്പമാണ് എന്ന പരിഗണനയോട് കൂടിയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുമായി കൊണ്ട് എല്ലാ വിധത്തിലും ഇടപെട്ടത്. അതുമാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ വീട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹ വന്നതിന് ശേഷവും ആയിഷ റളിയല്ലാഹു അൻഹയുമായി കൊണ്ട് കളിക്കൂട്ടുകാരികളായ ആളുകൾ കളിക്കാൻ വേണ്ടി പ്രവാചകന്റെ വീട്ടിൽ വരുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വകാനത്ത് തഅതീനി സവാഹിബ്, എൻ്റെ കൂട്ടുകാരികൾ എന്നോടൊപ്പം കളിക്കാൻ വേണ്ടി വരുമായിരുന്നു. ഫകുന്ന യൻഖമിഅന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോടൊപ്പം കളിക്കാൻ വരുന്ന എൻ്റെ കളിക്കൂട്ടുകാരികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് ഭയപ്പെട്ട് അഥവാ പ്രവാചകനോടുള്ള ആദരവ് കാരണം വീട്ടിലേക്ക് പ്രവേശിക്കാൻ മടിക്കുമായിരുന്നു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖാലത്ത് ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുസർരിബുഹുന്ന ഇലയ്യ, എന്നാൽ പ്രവാചകൻ താല്പര്യം കാണിക്കുകയും എൻ്റെ കൂട്ടുകാരികളെ വിളിച്ച് ക്ഷണിച്ചുകൊണ്ട് എന്നോടൊപ്പം കളിക്കാൻ അവസരം നൽകുകയും തരുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി കൊണ്ട് കാണാം. പിന്നീട് അങ്ങോട്ട് കാണുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു തമ്മിലുള്ള സുദൃഢമായ ഏറ്റവും ശക്തമായ ഒരു ദാമ്പത്തിക ബന്ധമാണ്. മറ്റു ഭാര്യമാരോടില്ലാത്ത രൂപത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ഇടപെട്ടിരുന്നു. പലപ്പോഴും കൂട്ടുകാരിയെ പോലെ ആയിഷ റളിയല്ലാഹു അൻഹയെ കാണുകയും ആ രൂപത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുമായി കൊണ്ട് കളികളിൽ ഏർപ്പെടുകയും ചെയ്യുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു, അന്നഹ കാനത്ത് മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സഫരിൻ, പ്രവാചകനോടൊപ്പം ആയിഷ റളിയല്ലാഹു അൻഹ യാത്ര പുറപ്പെടും. ഓരോ യാത്രയിലും പ്രവാചകൻ നറുക്കിട്ടുകൊണ്ടായിരിക്കും സ്ത്രീകളെ കൂടെ കൊണ്ടുപോവുക, ഭാര്യമാരെ. ആ കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഫഖാല ലി അസ്ഹാബിഹി, ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, തഖദ്ദമു, നിങ്ങൾ മുമ്പിൽ പോയിക്കൊള്ളുക, ഞങ്ങൾ പിന്നാലെ വരാം. ഫതഖദ്ദമു, സ്വഹാബികളൊക്കെ മുമ്പിൽ യാത്ര ചെയ്തു. സുമ്മ ഖാല തആലി, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറയുക, തആലി ഉസാബിഖുക്, അല്ലയോ ആയിഷ, ഒന്ന് വാ, നമുക്കൊന്നൊരു ഓട്ട മത്സരം നടത്തി നോക്കാം. ഫസാബഖ്തുഹു, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞതിനാൽ ഞാൻ പ്രവാചകനുമായി കൊണ്ട് ഒരു ഓട്ട മത്സരത്തിൽ, ഓട്ടപ്പന്തയത്തിൽ ഏർപ്പെട്ടു. ഫസബഖ്തുഹു, മാത്രല്ല ആ ഓട്ടപ്പന്തയത്തിൽ ഞാൻ ജയിക്കുകയും ചെയ്തു, മത്സരത്തിൽ ഞാൻ ജയിക്കുകയും ചെയ്തു. അലാ റിജ്ലയ്യ, എൻ്റെ ഇരുകാലുകളിലും ഓടിക്കൊണ്ട് ഞാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ബന്ധമാണ് എന്ന് നോക്കൂ. ഫലമ്മ ഹമൽതുൽ ലഹ്മ, അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം എനിക്ക് തടിയൊക്കെ ഒന്ന് വെച്ചു. അങ്ങനെ ഒരിക്കൽ മറ്റൊരു യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ക്ഷണിച്ചു, തആലി ഉസാബിഖുകി, നമുക്കൊന്ന് ഓട്ട മത്സരം നടത്താമെന്ന്. ആ സമയത്ത് സാബഖ്തുഹു, ഞാൻ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൊണ്ട് ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞങ്ങളൊരു മത്സരം നടത്തി നോക്കി. ഫസബഖനി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിജയിച്ചു, അഥവാ റസൂൽ പന്തയത്തിൽ വിജയിച്ചു, ഓട്ട മത്സരത്തിൽ വിജയിച്ചു.
കാരണം ആയിഷ റളിയല്ലാഹു അൻഹ തടി വെച്ചിരുന്നു. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹാദിഹി ബിതിൽക സബഖ, ആയിഷ ഇത് അന്ന് നീ എന്നെ തോൽപ്പിച്ചതിനുള്ള മറുപടിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നത് ചരിത്രത്തിൽ കാണാം, ഹദീസുകളിൽ വ്യക്തമായി രേഖപ്പെടുത്തി കിടപ്പുണ്ട്. അതായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള ബന്ധം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ ജീവിച്ച, ആയിഷയോടൊപ്പം ജീവിതത്തിൽ ഒരുമിച്ച് ചേർന്ന പ്രവാചകന്റെ മറ്റു ഭാര്യമാരേക്കാൾ ആയിഷയുടെ കൂടെ ജീവിച്ച മറ്റു ഭാര്യമാരേക്കാൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പരിഗണനയും സ്നേഹവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയിരുന്നു. എന്ന് പറഞ്ഞ പരിഗണന എന്ന് പറഞ്ഞാല് നീതി വിട്ടുകൊണ്ട് റസൂൽ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ മറ്റുള്ളവരെക്കാൾ ഏതൊരാൾക്കും ഉണ്ടാകുന്ന മനസ്സിന്റെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരാൾക്കും തന്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു ഭാര്യയോട് പ്രത്യേക സ്നേഹമുണ്ടാകും. അതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭിന്നനല്ല. ആ ഒരു സ്നേഹം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിച്ചിരുന്നു. മാത്രല്ല മറ്റു ഭാര്യമാരോടുള്ള ഇടപെടൽ പോലെയല്ലായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയുമായി തമ്മിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരങ്ങളും ഇടപെടലും എന്ന് ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന, തിരിച്ചറിയാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം. കാരണം മറ്റു ഭാര്യമാരൊക്കെ വിധവകളായി പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചവരാണ്. ഇത് പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കന്യകയാണ്, പ്രായക്കുറവുള്ള സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകനെ തൃപ്തിപ്പെടുത്താനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ സന്തോഷിപ്പിക്കാനും ആയിഷ റളിയല്ലാഹു അൻഹ ശ്രമിച്ചിട്ടുണ്ട് മറ്റുള്ളവരെക്കാൾ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാലത്ത് ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ വർത്തമാനങ്ങൾ ശ്രദ്ധിക്കൂ. പ്രവാചകൻ എന്നോട് പറയുമായിരുന്നു, ഇന്നി ലഅലമു ഇദാ കുൻതി അന്നി റാളിയ വ ഇദാ കുൻതി അലാ ഗളുബ അലയ്യ ഗളുബ. അല്ലയോ ആയിഷ, നീ എന്നിൽ തൃപ്തിപ്പെടുമ്പോഴും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഔ അലയ്യ ഗളുബ, ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞതിലോ എൻ്റെ പ്രവർത്തനത്തിലോ നിനക്ക് എന്നോട് വല്ല കുശുമ്പും തോന്നിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചോദ്യം കേട്ടപ്പോൾ, ഈ വർത്തമാനം കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിച്ചു, ഖാലത്ത് ഫഖുൽതു വമൻ അയ്ന തഅരിഫ്, അല്ലയോ റസൂലേ, എനിക്ക് താങ്കളോട് ഇഷ്ടമുണ്ടെന്നും ചില സമയം താങ്കൾ ചെയ്യുമ്പോൾ താങ്കളുടെ പ്രവർത്തനത്തിന് തൃപ്തിയുണ്ടെന്നും ചില സമയത്ത് എനിക്ക് കുശുമ്പുണ്ടാകുന്നു, ദേഷ്യം എന്ന് പറയാനില്ല എന്നും താങ്കൾക്ക് എങ്ങനെയാ മനസ്സിലാകുക എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സുന്ദരമായി കൊണ്ട് മറുപടി കൊടുക്കുകയാണ്, അമ്മാ ഇദാ കുൻതി അന്നി റാളിയ, അമ്മാ ഇദാ കുൻതി അന്നി റാളിയ, അല്ലയോ ആയിഷ, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിൽ നിനക്കും എതിർപ്പൊന്നുമില്ലെങ്കിൽ ഫഇന്നകി തഖൂലീൻ, ആ സമയത്ത് നീ വർത്തമാനത്തിൽ അത് വെളിവാക്കും. എങ്ങനെയാ വെളിവാക്കുക? ലാ വറബ്ബി മുഹമ്മദ്. അപ്പൊ നീ വർത്തമാനം പറയുമ്പോൾ പറയും, ലാ വറബ്ബി മുഹമ്മദ്, മുഹമ്മദിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം എന്നാണ് നീ പറയാം. എന്നാലോ വൈദാ കുൻതി ഗളുബ, നിനക്ക് വല്ല ദേഷ്യമുള്ള സന്ദർഭത്തിലാണെങ്കിലോ ഖുൽതി ലാ വറബ്ബി ഇബ്രാഹിം, അപ്പൊ നീ എന്റെ പേര് ഉപയോഗിക്കൂല, മറിച്ച് ഇബ്രാഹിമിന്റെ പിതാവിനെ തന്നെയാണ് സത്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. റസൂൽ തിരിച്ചു അങ്ങോട്ട് പറയാം, ഇബ്രാഹിമിന്റെ പിതാവിനെ തന്നെ, രക്ഷിതാവിനെ തന്നെയാണ് സത്യമെന്നായിരിക്കും നീ അപ്പോഴും പറയാം. അപ്പൊ റസൂലിനോട് തൃപ്തിയുള്ള സമയത്ത് ലാ വറബ്ബി മുഹമ്മദ് എന്നും, വല്ല പ്രയാസവും തോന്നുന്ന സമയത്ത് ലാ വറബ്ബി ഇബ്രാഹിം എന്നുമായിരിക്കും നീ എന്ന് പറയാം. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖാലത് ഖുൽതു അജൽ, റസൂലേ താങ്കൾ പറഞ്ഞത് ശരിയാണ്, വല്ലാഹി യാ റസൂലല്ലാഹ് മാ അഹ്ജറു ഇല്ലാ ഇസ്മക്, പക്ഷേ റസൂലേ താങ്കളുടെ പേര് ഒഴിവാക്കി എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, എൻ്റെ മനസ്സിൽ അങ്ങയോടുള്ള ഇഷ്ടത്തിന് യാതൊരു കുറവുമില്ല റസൂലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു പറയുന്നു. ഇപ്പൊ നിരുപരാധികമായ ഒരു കോപമല്ല, ദേഷ്യമല്ല, മറിച്ച് സ്നേഹത്തിൽ നിന്ന് കോപം ഉണ്ടാവും. പരസ്പരമുള്ള ഇണക്കവും സ്നേഹത്തിനും ശക്തി പകരുന്ന, പരസ്പരം സ്നേഹത്തിന്റെ ശക്തി വീണ്ടും ശക്തിപ്പെടുത്തുന്ന തരത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള കുശുമ്പുണ്ടാവും, സ്നേഹമുണ്ടാവും. ആ ഒരു സ്നേഹത്തെക്കുറിച്ചാണ്. അതിന് ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മറ്റു ഭാര്യമാരുടെ വീട്ടിൽ പോയപ്പോൾ ഒരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് വിശേഷപ്പെട്ട ഭക്ഷണം കിട്ടിയത് ആയിഷക്കും കൊടുക്കാൻ വേണ്ടി കൊടുത്തയച്ചപ്പോൾ അതുമായി കൊണ്ട് വീട്ടിലേക്ക് കാറി ചെന്നു. ഇത് കണ്ടതിൽ പ്രയാസപ്പെട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ആ പാത്രം തട്ടിത്തെറിപ്പിക്കുകയും അത് നിലത്ത് വീണ് ഉടഞ്ഞു പോവുകയും ഭക്ഷണ സാധനങ്ങൾ നിലത്ത് പോവുകയും ചെയ്തു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് അടുത്തുള്ള ഭൃത്യനോട്, ഗാറത്ത് ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മാക്കൊന്ന് ദേഷ്യം പിടിച്ചതാണ്, വലിയ കാര്യമാക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു കോപമാണ്. അതെന്താ കോപം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ല തിന്മയും ചെയ്തിട്ടുള്ള കോപം അല്ല,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടത്തിൽ നിന്നുണ്ടാകുന്ന സ്നേഹമാണ്. എൻ്റെ പ്രവാചകൻ എൻ്റെ കൂടെ തന്നെ വേണം, മറ്റു ഭാര്യമാരുടെ അടുക്കൽ ചെല്ലുന്നത് തനിക്കത്ര പിടിക്കുന്ന കാര്യമല്ല എന്ന ഒരു സ്നേഹത്തിൽ നിന്നുള്ള സ്വാർത്ഥത. പ്രവാചകനോട് സ്നേഹം കൂടിയത് നിമിത്തം പ്രവാചകൻ തൻ്റെ അരികത്ത് തന്നെ മതി എന്നൊരു സ്നേഹം. അങ്ങനെ സ്നേഹം ഉണ്ടായ സ്വാഭാവികമായ ഒരു കോപം. അത്തരം കോപം ഉണ്ടാകുന്ന സമയത്താണ് ആയിഷ റളിയല്ലാഹു അൻഹ അതുപോലെയുള്ള കോപം ഉണ്ടാകുന്ന സമയത്താണ് ലാ വറബ്ബി ഇബ്രാഹിം എന്ന് സത്യം ചെയ്തു പറയും. അതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലാത്ത വേറൊരു കോപം വെച്ചു പുലർത്തി എന്നാ പറഞ്ഞതിന് അർത്ഥമല്ല. അത്രയേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൊണ്ട് ബന്ധം സ്ഥാപിച്ച ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം മറ്റു ഭാര്യമാരേക്കാൾ കൂടുതൽ ആ ഹൃദ്യസ്ഥമായ പരസ്പരമുള്ള കളിചിരിയുടെ ബന്ധം ആയിഷ റളിയല്ലാഹു അൻഹയിൽ കാണാൻ സാധിക്കും. അത്രല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മരണത്തോടടുത്ത സമയത്ത് ഐന അനൽ യൗം വ ഐന ഗദൻ, ഞാൻ ഇന്ന് ഏത് ഭാര്യയുടെ വീട്ടിലാണ്, ഞാൻ നാളെ ഏതൊരു ഭാര്യയുടെ വീട്ടിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചോദിക്കുമായിരുന്നു എന്നാ. അതിന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എൻ്റെ അടുക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, എൻ്റെ അടുക്കൽ റസൂൽ എന്നെത്തുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ആകെ ക്ഷീണം ബാധിച്ച ഘട്ടത്തിൽ ഓരോ ദിവസവും ഊഴമനുസരിച്ച് ഓരോ ഭാര്യമാരുടെ അടുക്കൽ ചെല്ലാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിൽ, രോഗം മൂർച്ഛിച്ച ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു ഭാര്യമാരുടെ അനുമതിയോടുകൂടി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നു എന്നുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കുള്ള പ്രത്യേകതയാണ്. മാത്രമല്ല മഹദി പറയുന്നുണ്ട്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിലെ മഹദി പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകവുമായി കൊണ്ട് വിട്ടുപിരിഞ്ഞു പോകുന്ന ഘട്ടത്തിൽ അവസാനമായി കൊണ്ട് എൻ്റെ പ്രവാചകന്റെ ഉമിനീരിനോട് ചേർന്ന ഉമിനീര് എൻ്റെ ഉമിനീരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർന്നതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. പ്രവാചകൻ താനൊന്ന് മിസ്വാക്ക് ചെയ്യാൻ ദന്തശുദ്ധീകരണത്തിന് ഉദ്ദേശിച്ച സമയത്ത് താൻ ഉപയോഗിക്കുന്ന അറാഖിന്റെ കൊള്ളി അല്പം പരുക്കനായതിനാൽ ആയിഷയോട് റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ആയിഷ അതൊന്ന് ലോലമാക്കിക്കൊണ്ട എന്ന് പറഞ്ഞപ്പം ആയിഷ റളിയല്ലാഹു അൻഹ അത് കടിച്ചുകൊണ്ട് ആ അറാഖ് അതിന്റെ പരുക്കൻ സ്വഭാവം മാറ്റിക്കൊടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നുണ്ട്. ആ ഒരു അറാഖ് അതുകൊണ്ട് പല്ല് തേച്ചുകൊണ്ടാണ് അവസാനം റസൂൽ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതിനാൽ അവസാനമായി കൊണ്ട് എൻ്റെ പ്രവാചകന്റെ ഉമിനീരിനോട് എൻ്റെ ഉമിനീരാണ് ചേർന്നത് എന്ന് അഭിമാനത്തോടു കൂടി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായിക്കൊണ്ട് ഹദീസിൽ കാണാം. ആക്ഷേപകർ ആക്ഷേപിക്കുമ്പോഴും നല്ല കാര്യം. ആയിഷ റളിയല്ലാഹു അൻഹക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടായിരുന്ന ഇഷ്ടം നോക്കൂ. ആ ഇഷ്ടത്തിന് കാരണമെന്താ? കേവലം പ്രായം ചെന്ന ആളുകളെ പോലെയല്ല റസൂലിനെ ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകനല്ല, അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനെ സ്നേഹിക്കുന്നതിൽ മറ്റു ഭാര്യമാരോട് മത്സരം വെക്കുന്ന സ്ത്രീയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ അനുചരന്മാരും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും ഈ ലോകത്ത് കാണിച്ചെന്ന സുന്ദരമായ ദീന് അത് ശരിയായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുന്നു. വസിയ്യത്ത് നൽകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മറ്റു ഭാര്യമാർക്കില്ലാത്ത ചില പ്രത്യേകതകൾ മുൻനിർത്തിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയെ ഉപമിച്ചു പറഞ്ഞതായിക്കൊണ്ട് ഹദീസുകളിൽ കാണാം. പ്രവാചകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കമലദിന റിജാലി കതീറുൻ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ തഖ്വ കൊണ്ടും ക്ഷമ കൊണ്ടും നന്മ കൊണ്ടും ദൗത്യം പൂർത്തീകരിച്ചവരായി ഉണ്ട്. വലം യകുമുൽ മിനൻ നിസാഇ ഇല്ലാ ആസിയ ഇംറഅതു ഫിർഔന വ മറിയം ബിൻതു ഇംറാൻ. എന്നാൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ അത് കുറവാണ്. അവരിൽപ്പെട്ട രണ്ട് ആളുകളാണ് അങ്ങനെ പൂർത്തീകരിച്ചു എന്ന് പറയാവുന്ന, മറ്റുള്ളവർ പൂർത്തീകരിച്ചില്ല എന്നല്ല, ഏറ്റവും ഉത്തമമായ മാർഗത്തിൽ പൂർത്തീകരിച്ചു ത്യാഗം സഹിച്ചു പോയ ആളുകളിൽപ്പെട്ട രണ്ട് സ്ത്രീകളാണ് ആസിയ റളിയല്ലാഹു അൻഹയും ഫിറഔന്റെ ഭാര്യ ആസിയും മറിയമത്തു ബിൻതു ഇംറാൻ, ഇമ്രാന്റെ പുത്രി മറിയം റളിയല്ലാഹു അൻഹയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എന്നിട്ട് പ്രവാചകൻ പറയാണ്, വഇന്ന ഫളല ആയിഷ അലൻ നിസാഇ കഫളി ത്സരീദി അലാ സായിരി ത്വആം. ലോകത്തുള്ള സ്ത്രീകളുടെ മേൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കുള്ള പദവി മറ്റു ഭക്ഷണത്തെക്കാളൊക്കെ സെരീദ് എന്ന ഭക്ഷണത്തിനുള്ള പ്രത്യേകത പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സെരീദ് എന്ന് പറഞ്ഞാൽ അറബികൾക്കിടയിൽ, മുൻകാലക്കാരായ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന വളരെ ഗുണമേന്മയുള്ള, എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു വിശേഷപ്പെട്ട ഭക്ഷണമാണ് ഹുബ്സ്. റൊട്ടിയും മാംസവും അതിൻ്റെ കറിയുമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം ഭക്ഷണം. നമ്മളൊക്കെ ബിരിയാണി എന്നൊക്കെ പറയും പോലെ ആ രൂപത്തിലുള്ളൊരു ഭക്ഷണം. ആ ഭക്ഷണത്തിനുള്ള പ്രത്യേകതയാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഭക്ഷണം. എല്ലാ ഭക്ഷണത്തെക്കാളും മേന്മണ്ടതല്ല, ഓരോ ഭക്ഷണത്തിനും അതിൻ്റെതായ പ്രത്യേകത ഉണ്ട്. പക്ഷേ ഒരു വീക്ഷണകോണിലൂടെ നോക്കുമ്പം ആ ഭക്ഷണത്തിനുള്ള പ്രത്യേകത തന്നെ മറ്റു സ്ത്രീകൾക്കില്ലാത്ത ഒരു ഗുണം വെച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ആ സെരീദ് എന്ന ഭക്ഷണത്തെ പോലെയാണ് ലോക സ്ത്രീകളിൽ ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പറഞ്ഞതിന് ഖദീജ മോശമാണെന്നോ റളിയല്ലാഹു അൻഹ, ആസിയ റളിയല്ലാഹു അൻഹയും പിന്നെ അതുപോലെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹയും അതുപോലെ മറിയം റളിയല്ലാഹു അൻഹയും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഫളിലിന് ശേഷമാണ് വരുന്നതെന്നൊന്നും അർത്ഥമല്ല. അവർക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത, ആ പ്രത്യേകതയുടെ വിഷയത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞത്. എന്താണ് ആ പ്രത്യേകത? ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദീന് വന്ന കാലത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഒരു പക്ഷേ പിൽക്കാലത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂടുതൽ സഹായിച്ചിട്ടുണ്ട്. ജീവിച്ചിരുന്ന കാലത്ത് തൻ്റെ സമ്പത്ത് കൊണ്ടും പണവും ആധിപത്യവുമുള്ള തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് റസൂലിന്റെ കൂടെ ആ കുടിലിൽ കടന്ന് മരിക്കാൻ തയ്യാറായി. എല്ലാവരും രണ്ടൊട്ടകത്തെ കൊടുത്തുകൊണ്ട് കച്ചവടത്തിന് പറഞ്ഞേക്കുമ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 20 ഒട്ടകം വേതനം നിശ്ചയിച്ചുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ പിന്നെ കച്ചവടത്തിന് പറഞ്ഞയച്ചിരുന്നു മുൻകാലത്ത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളിൽ നിന്ന് മർദ്ദനമേറ്റ് വരുമ്പോൾ ആ മനസ്സിനെ സമാധാനിപ്പിക്കാനും വേണ്ട രൂപത്തിൽ ചുടുവെള്ളവും തയ്യാറാക്കിക്കൊണ്ട് വീട്ടിൽ കാത്തു നിൽക്കുന്ന ഭാര്യ, പിറ്റേന്ന് ഭക്ഷണവും അതുപോലെ പണവുമെല്ലാം നൽകിക്കൊണ്ട് പറഞ്ഞേക്കുന്ന ഭാര്യ, അത് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. ആസിയ റളിയല്ലാഹു അൻഹയ്ക്കും മറിയം റളിയല്ലാഹു അൻഹയ്ക്കും അവർ ദീനിനു വേണ്ടി തികച്ച ത്യാഗം നമുക്കറിയാം, അതിൻ്റെ പ്രത്യേകത. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അതിൽ നിന്ന് അവർക്കൊന്നുമില്ലാത്ത ഒരു ത്യാഗത്തിന്റെ ഭാഗത്തെക്കുറിച്ച്, ഒരു നന്മയുടെ ഭാഗത്തെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിൽ ഒരുപാട് എണ്ണം. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏകകന്യകയായ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിശുദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സ്ഥാപിച്ചതാണ്. അതുപോലെ തന്നെ പ്രവാചകന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ. അതിനൊക്കെ പുറമെ ലോകത്ത് ഇത്രമാത്രം പാണ്ഡിത്യം നേടിയ വേറൊരു സ്ത്രീയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ സർവ്വരംഗങ്ങളും നമ്മുടെ കണ്ണിൽ കാണുന്നത് പോലെ നമ്മിലേക്ക് എത്തിച്ചു തന്നത് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാത്രം പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ ജീവിതത്തിലുള്ള ഓരോ ഭാഗങ്ങളും, വിശ്വാസികൾ മനസ്സിലാക്കേണ്ട രംഗങ്ങളും അത് നമുക്ക് എത്തിച്ചു തന്നതും നമുക്ക് അറിയിച്ചു തന്നതും ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് വന്ന മുഅ്മിനുകളായ വിശ്വാസികളായ ആളുകൾക്ക് ആയിഷ റളിയല്ലാഹു അൻഹ വഴി വന്നെത്തിയ അറിവ് അത് കുറച്ചൊന്നുമല്ല. അങ്ങനെ പകരം വെക്കാൻ ഒരു സ്ത്രീയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിലില്ല, ലോകത്ത് തന്നെ ഇല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ പാണ്ഡിത്യമുള്ള അറിവുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന്റെ ഓരോ വിഷയങ്ങളും മനസ്സിലാക്കി മുസ്ലിം ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൈകളിൽ ഏൽപ്പിച്ച ആയിഷ റളിയല്ലാഹു അൻഹ എന്ന സ്ത്രീ മറ്റു ഭക്ഷണത്തിന്റെ പേരിൽ സെരീദ് എന്ന ഭക്ഷണത്തിനുള്ള പ്രാധാന്യം ഉള്ളതുപോലെ തന്നെ ആ വിഷയത്തിൽ മറ്റെല്ലാ സ്ത്രീകളെക്കാളും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രാധാന്യമുണ്ട്. അവരുടെ പാണ്ഡിത്യ നിമിത്തം പിൽക്കാലത്ത് അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. വിശ്വാസി സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പം വിശ്വാസികൾക്കിടയിൽ, സ്വഹാബികൾക്കും താബിഈങ്ങൾക്കും ഇടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പം സമാധാനമായി, ശാന്തിയായി, അനുഗ്രഹമായിക്കൊണ്ട് അവിടെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ ആർജവത്തോടുകൂടി എഴുന്നേറ്റ് വന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിലെ ഏക സ്ത്രീയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അതിന്റെ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. അതിലൊന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നജ്മിൽ പ്രയോഗിച്ച ഒരു പ്രയോഗം, വലഖദ് റആഹു നസ്ലതൻ ഉഖറ ഇൻദ സിദ്റത്തിൽ മുൻതഹ.
അള്ളാഹുവിൻ്റെ പ്രവാചകൻ അദ്ദേഹത്തെ ഒന്നാമത്തെ ഇറക്കത്തിലും അതുപോലെ തന്നെ സിദ്റത്തിൽ മുൻതഹ അറ്റത്തുള്ള ഇലന്ത മരത്തിനടുക്കൽ വെച്ചു കണ്ടിട്ടുണ്ട് എന്ന വിശുദ്ധ ഖുർആനിലെ പ്രയോഗം. ഈ പ്രയോഗം വെച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൽ ചില കുഴപ്പങ്ങളുണ്ടായി. ചില ആളുകൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്നാണ് ആ രണ്ടായത്തുകളും, 2 പ്രാവശ്യം അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്നാണ് ആ ആയത്തുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെയും മറ്റു ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ മരണത്തിന് ശേഷമല്ലാതെ അള്ളാഹുവിനെ കാണുക എന്നത് ഒരാൾക്കും സാധ്യമല്ല, ഒരു പ്രവാചകനും സാധ്യമല്ല എന്നത് നെസ്സാണ്. എന്നിട്ടും ഈ ആയത്തിന്റെ മറപിടിച്ചുകൊണ്ട് ചില ആളുകൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ പ്രശ്നമുണ്ടായപ്പോൾ ഒരാൾ വന്നുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, ഫഖാലത്ത്, അല്ലയോ മഹദി, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഉമ്മ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടിട്ടില്ലേ? ആ സമയത്ത് കോപിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഐന യദ്ഹബു ബിക, നിനക്ക് എന്ത് പറ്റിപ്പോയി? ഇന്നമാ ഹുവ ജിബ്രീൽ, ഇന്നമാ ഹുവ ജിബ്രീൽ. അത് അള്ളാഹുവിനെ കണ്ടതിനെ കുറിച്ചല്ല പറഞ്ഞത്, മറിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മലക്കിനെ, ആ മലക്കിന്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ടതിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, മൻ അഖ്ബറക അന്ന മുഹമ്മദൻ റഅ റബ്ബഹു, ആരെങ്കിലും തന്റെ റബ്ബിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു എന്ന് നിന്നോട് പറഞ്ഞാൽ, ഔ കതമ ശൈഅൻ മിമ്മാ അമറ ബിഹി, അല്ലാഹു അദ്ദേഹത്തോട് കൽപ്പിച്ച വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് റസൂൽ മറച്ചു വെച്ചു എന്ന് ആരെങ്കിലും നിന്നോട് പറഞ്ഞാൽ, ഔ യഅലമു മാ യുനസ്സിലുൽ ഗൈസ, മഴ പെയ്യുന്നതും അതുപോലെ തന്നെ മഴയെക്കുറിച്ചുള്ള അറിവും മറ്റുള്ള അറിവുകളും അള്ളാഹ്ക്ക് അറിയുമെന്ന് പ്രവാചകൻ അറിയുമെന്ന് പറഞ്ഞാൽ, എന്താ കാരണം? 5 കാര്യങ്ങൾ, അങ്ങനെ പറഞ്ഞത് 5 കാര്യങ്ങൾ. ഔ യഅലമുൽ ഖംസ, 5 കാര്യങ്ങൾ റസൂലിന് അറിയുമെന്നും ആരെങ്കിലും നിന്നോട് പറഞ്ഞാൽ, ഏതാ 5 കാര്യങ്ങൾ? ഇന്നല്ലാഹ ഇൻദഹു ഇൽമു സഅ, അന്ത്യനാളിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുമെന്ന് പറഞ്ഞാൽ, വയുനസ്സിലുൽ ഗൈസ, മഴ പെയ്യിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അറിവ് അള്ളാഹുവിന്റെ റസൂലുണ്ടെന്ന് പറഞ്ഞാൽ, വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയത്തിൽ വളരുന്ന കുട്ടിയെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ അറിയുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ ഒരാൾ എന്ത് സമ്പാദിക്കുമെന്ന് റസൂലിന് അറിയാൻ പറ്റുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്, ഏതൊരു മനുഷ്യൻ ഏതൊരു നാട്ടിൽ വെച്ച് മരിച്ചു പോകുമെന്ന് റസൂലിന് അറിയുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഈ 5 കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ, അതുപോലെ അള്ളാഹു അറിയിച്ചു കൊടുത്ത അറിവിൽ വല്ലതും അള്ളാഹുവിന്റെ പ്രവാചകൻ മറച്ചു വെച്ചു എന്നോ അള്ളാഹുവിനെ പ്രവാചകൻ കണ്ടു എന്നോ ആരെങ്കിലും പറഞ്ഞാൽ, ഫഖദ് അഅ്ളമൽ ഫരിയ, അവൻ ഗുരുതരമായ കളവാണ് പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹ ആ ഒറ്റ വാക്കിൽ ആ പ്രശ്നം അവിടെ അവസാനിച്ചു. അത്രയേറെ പാണ്ഡിത്യമുണ്ടായിരുന്ന, വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ കുറിച്ചും ഹദീസുകളെ കുറിച്ചും ആയത്തിൽ അറിവുണ്ടായിരുന്ന സ്ത്രീയായിരുന്നു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിലെ പാണ്ഡിത്യം കൊണ്ട് തിളങ്ങി നിൽക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ. എന്നിട്ട് പറയാ, വലാകിന്നഹു റഅ ജിബ്രീല, മറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് കണ്ടത്. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു പ്രത്യേകത പറയാനുള്ള കാരണം. പ്രവാചകന്റെ ജീവിതത്തിലെ ദാമ്പത്തിക രംഗത്തും വിജ്ഞാന രംഗത്തും സർവ്വരംഗത്തും പ്രോജ്വലിച്ചു നിന്ന് പ്രവാചകനോടൊപ്പം നിന്ന ഈ ഉമ്മത്തിന് അറിവെത്തിച്ചു നൽകിയ സ്ത്രീ. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹക്കുമുണ്ട് പ്രാധാന്യം. എന്നാൽ ഖദീജയെ ആയിഷയും തമ്മിൽ തുലനം ചെയ്യാൻ പാടില്ല. ഖദീജ മറ്റു പ്രത്യേകതയുള്ള സ്ത്രീയാണ്. അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ആർക്കാണ് കൂടുതൽ പ്രതിഫലം എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അത് അള്ളാഹുവിലേക്ക് നുഹീലുഹു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടക്കേണ്ട വിഷയമാണ്. ഖദീജ റളിയല്ലാഹു അൻഹയേക്കാൾ മേന്മയുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് എന്ന് പറയാൻ പോകുന്നതല്ല. എന്നാൽ പ്രവാചകരോടൊപ്പം ഒന്നിച്ച് ജീവിച്ച മറ്റു സ്ത്രീകളെക്കാൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് എന്തുകൊണ്ടും പ്രത്യേകതയുണ്ട് താനും. അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൊണ്ടുവന്ന ദീനിനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് മരണം വരെ ആ മതം എത്തിച്ചു കൊടുക്കുന്ന പ്രക്രിയകളിൽ ഏർപ്പെടാനുമുള്ള വിജ്ഞാനവും ആരോഗ്യവും കരുത്തും മാനസിക ബലവും വിശ്വാസത്തിൻ്റെ ബലവും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാവിധ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തീരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുവാനും പരലോകത്തെ അമ്പിയാക്കൾക്കൊപ്പം സ്വാലിഹീങ്ങൾക്കൊപ്പം പ്രവാചകന്റെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ചേരാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.